ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ 10 ലക്ഷം രൂപ താഴെ ഓൺ റോഡ് പ്രൈസിന് ഇന്ത്യയിൽ ലഭിക്കുന്ന ബെസ്റ്റ് കോമ്പാക്റ്റ് SUV ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് വാങ്ങേണ്ടത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ തന്നെ നമ്മളുടെ പുതിയ ബ്രസയാണ്. കാര്യം ബ്രസ LXi ടർബോ വേരിയൻറ്റ് ഓൺ റോഡ് പ്രൈസ് ചെയ്തിരിക്കുന്നത് 8,80,000 രൂപയ്ക്കാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും വില കുറഞ്ഞ വാഹനമായിട്ട് ബ്രസയുടെ LXi വേരിയൻറ്റ് വന്നു. അപ്പോൾ കുറച്ചധികം ആളുകൾ കൺഫ്യൂസ്ഡായി. ബ്രസ LXi എടുക്കണോ, വെന്യൂവിൻ്റെ ബേസ് വേരിയൻ്റ് എടുക്കണോ, സോണറ്റിൻ്റെ ബേസ് വേരിയൻ്റ് എടുക്കണോ, നെക്സോൺ ബേസ് വേരിയൻ്റ് എടുക്കണോ, അതോ നമ്മളുടെ കൈലാക്കിൻ്റെ ബേസ് വേരിയൻ്റ് എടുക്കണോ? കൈലാക്കിൻ്റെ ബേസ് വേരിയൻറ്റ് ഈ ഒരു ലിസ്റ്റിലേക്ക് വരാനുള്ള റീസൺ തന്നെ നമ്മൾ റീസെൻ്റ് ചെയ്തൊരു വീഡിയോ ആണ്. 10 ലക്ഷം രൂപ താഴെ ഫുൾ ആക്സസറീസോടുകൂടി കൈലാക്കിൻ്റെ ബേസ് വേരിയൻറ്റ് ഷോറൂമിൽ തന്നെ ലഭിക്കുന്നുണ്ടായി. അപ്പോൾ ഈ 5 വാഹനങ്ങളിൽ ഏതാണ് 10 ലക്ഷം രൂപ താഴെ നിങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു കാർ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് വാഹനം ആ ബഡ്ജറ്റിൽ കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിൽ അവൈലബിൾ അല്ല. നമുക്ക് കൂടുതൽ മാനുവലാണ് ലഭിക്കുക. കൂടുതലും ലഭിക്കുന്നത് ഈ പറഞ്ഞ വാഹനങ്ങളുടെ എല്ലാം ബേസ് വേരിയൻറ്റ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് വേരിയൻറ്റ്. ഇതെല്ലാത്തിലും മാനുവൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഓട്ടോമാറ്റിക് വരുന്ന ഒരേ ഒരു വാഹനം നമ്മളുടെ നെക്സോൺ മാത്രമാണ്. നെക്സോണിൻ്റെ ബേസ് വേരിയൻ്റ് സെക്കൻഡ് വേരിയൻറ്റ് സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൽ നമുക്കൊരു AMT ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കിട്ടുന്നത് മാനുവലാണ്. അപ്പോൾ 10 ലക്ഷം രൂപ താഴെ കിട്ടുന്ന ബെസ്റ്റ് മാനുവൽ SUVയും ഈ ഒരു ലിസ്റ്റിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് പുതിയ ബ്രസയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബ്രസ ബേസ് LXi വേരിയൻറ്റ്, അതിൻ്റെ പോസിറ്റീവ്സ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ പ്രൈസാണ്. 7.4 lakhs എക്സ് ഷോറൂം പ്രൈസും ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 8.6 lakhs നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് വാറൻറ്റി ഇല്ലെങ്കിൽ വിത്ത് എക്സ്റ്റൻഡഡ് വാറൻറ്റി 8.8 ലക്ഷത്തിന് നിങ്ങൾക്ക് ആ ബേസ് വേരിയൻറ്റ് കിട്ടുന്നു. അത് ഒന്നാമത്തെ പോസിറ്റീവാണ് പുതിയ ബ്രസയിൽ. കാരണം 10 ലക്ഷം രൂപ താഴെയാണ് നിങ്ങൾ ബഡ്ജറ്റ് ഇടുന്നത്. നിങ്ങൾക്ക് ആ ഒരു ബേസ് വേരിയൻറ്റ് എടുത്തിട്ട് ഈ 1,20,000 രൂപയ്ക്ക് ആക്സസറീസ് ചെയ്യാണ്. അതായത് 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിനേക്കാളും ലുക്കിൽ നിങ്ങൾക്ക് ആ വാഹനം ആക്സസറി ചെയ്യാൻ പറ്റും. ഷോറൂമിൽ നിന്ന് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും. പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്കിലേക്ക്, അതായത് നിങ്ങൾക്ക് അലോയ് വീൽസൊക്കെ മാറ്റി നല്ല ഒരു എക്സ്ട്രീം നെക്സ്റ്റ് ലെവൽ ലുക്കിൽ ബ്രസ മോഡിഫൈ ചെയ്യാൻ പറ്റും. അത് 10 ലക്ഷം രൂപ താഴെ നോക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവാണ്. രണ്ടാമത്തെ പോസിറ്റീവ്, നമുക്കൊരു ടർബോ പെട്രോൾ എഞ്ചിൻ വന്നു. അത് മാരുതിയിൽ നിന്ന് തന്നെ. അത് ഓടിക്കാൻ നല്ല രസമുള്ള ഒരു 170 PS പവറും ഒരു 108 HP പവറൊക്കെ തരുന്ന, ഓടിക്കാൻ രസമുള്ള നല്ല മിഡ് റേഞ്ച് ഉള്ളൊരു എഞ്ചിൻ കിട്ടി എന്നുള്ളതൊരു പോസിറ്റീവാണ്. പിന്നെ മൂന്നാമത്തെ പോസിറ്റീവ് ബ്രസയുടെ മൈലേജ് തന്നെയാണ്. ഇപ്പോൾ ടർബോ പെട്രോൾ എഞ്ചിൻ വന്നു, 6 സ്പീഡ് മാനുവലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ സ്മാർട്ട് ഹൈബ്രിഡും കൂടിയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 20.7 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 20 ക്ലെയിം ചെയ്താൽ നമുക്കൊരു 15-16 റേഞ്ചിൽ, അല്ലെങ്കിൽ 16-17 വരെയൊക്കെ നമുക്ക് മൈലേജും ആ വാഹനത്തിന് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ആ ബേസ് വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഓട്ടോ AC വരുന്നുണ്ട്, ഡിഫോഗർ വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറേഴ്സും എല്ലാം ബോഡി കളറിൽ തന്നെയാണ്. മിറേഴ്സിൽ തന്നെ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ ടോപ്പ് എൻഡിൻ്റെ ലുക്ക്, അല്ലെങ്കിൽ ലുക്കിൽ വലിയ ഡിഫറൻസ് ഇല്ലാണ്ട് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് പോലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഈ ബേസ് വേരിയൻറ്റിൽ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നു എന്നുള്ളതും ബ്രസയുടെ ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ സെഗ്മെൻറ്റിലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബാക്ക് സീറ്റ് ബ്രസയ്ക്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ബ്രസയ്ക്കാണ് വരുന്നത്. പിന്നെ മാരുതി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ അണ്ടറിൽ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു ട്രസ്റ്റ് നമ്മൾക്കുണ്ട്. അതും ബ്രസയുടെ ഒരു പോസിറ്റീവായിട്ട് പറയാം. നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ബ്രസയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ പുതിയ ബ്രസയാണ്, ആ ഒരു എഞ്ചിനിൽ നമുക്കൊരു ഓട്ടോമാറ്റിക്കിൻ്റെ ഓപ്ഷൻ അവൈലബിൾ അല്ല. നമ്മൾ ഓട്ടോമാറ്റിക് നോക്കുന്നില്ല, പക്ഷേ ആരെങ്കിലും ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ആ ടർബോ പെട്രോളിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല എന്നുള്ളതും ഒരു നെഗറ്റീവാണ്. പിന്നെ മാരുതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ടർബോ പെട്രോൾ എഞ്ചിൻ ഇതുവരെ നമ്മളുടെ ബലേനോ RSൽ കണ്ടു, ഫ്രോങ്സ് ടർബോയിൽ കണ്ടു. അതിൽ നിന്ന് സ്ലൈറ്റ് ട്യൂണിങ്ങിൽ ഡിഫറെൻറ്റ് ചെയ്തിട്ടാണ് പുതിയൊരു എഞ്ചിൻ കൊണ്ടുവന്നിരിക്കുന്നത്. മീൻസ് ആ സെയിം എഞ്ചിൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതത്ര റിലയബിൾ ആണോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. അത് വേണമെങ്കിലും നമുക്കിതിനകത്തൊരു നെഗറ്റീവായിട്ട് പറയാം. അപ്പോൾ പോസിറ്റീവ്സ് ആണ് കൂടുതൽ ബ്രസയിലും, നെഗറ്റീവ്സ് ഉണ്ട്. പിന്നെ പോസിറ്റീവിൽ പറയാവുന്ന ഒരു കാര്യമാണ്, സെഗ്മെൻറ്റിലെ തന്നെ ഒരു സേഫസ്റ്റ് കാറായിട്ട് ഇപ്പോൾ ബ്രസ മാറിയിട്ടുണ്ട്. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ കൂടുതലും പോസിറ്റീവ്സ് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ വാഹനം നമ്മൾ നോക്കാൻ പോകുന്നത് സ്കോഡ കൈലാക്കാണ്. ഇത് എന്തുകൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെഗ്മെൻറ്റിലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാഹനം, അതല്ലെങ്കിൽ ഓടിക്കാനായിട്ടുള്ള രസമുള്ള ഒരു ഡ്രൈവേഴ്സ് കാർ എന്ന് പറയുന്നത്
നമ്മുടെ സ്കോഡ കൈലാക്കാണ്. കൈലാക്കിന് ഏകദേശം 115 HP പവറും 178 Nm ടോർക്കുമാണ് ലഭിക്കുന്നത്. ഓടിക്കാൻ നല്ല രസമുള്ള, നല്ല എന്താ പറയുക, എൻഗേജിങ് ആയിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു പെട്രോൾ എഞ്ചിൻ വരുന്നത് നമ്മുടെ കൈലാക്കിൽ തന്നെയാണ്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കൈലാക്കിൻ്റെ സെഗ്മെൻറ്റിലെ തന്നെ സേഫസ്റ്റ് കാർ എന്ന് പറയാം. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് കൈലാക്കിലേക്ക് പോകാം. മൂന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു പർട്ടിക്കുലർ ഒരു ഹൈ എൻഡ് ലെവൽ ബ്രാൻഡിൻ്റെ അണ്ടറിൽ വരുന്നൊരു വാഹനമാണ്. സ്കോഡ എന്ന് പറയുന്ന ബ്രാൻഡ് ഓൺ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മളുടെ കൈലാക്കിലേക്ക് പോകാം. കാര്യം കൈലാക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ എനിക്ക് തോന്നുന്നു സ്കോഡ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അണ്ടറിൽ ഏറ്റവും വില കുറഞ്ഞ് ലഭിക്കുന്ന ഒരു വാഹനം. പിന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടി സ്കോഡ ഡെവലപ്പ് ചെയ്തെടുത്തുള്ള വാഹനമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് ആ വാഹനം വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി ആ വാഹനത്തിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജും കൈലാക്കിന് ലഭിക്കുന്നുണ്ട്. മാനുവലിന് ഒരു നിയർ ബൈ 15 ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നവർക്കും കൈലാക്കിന് ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം കൈലാക്കിൻ്റെ പോസിറ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. അതിനകത്ത് ഏറ്റവും ബിഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് ഓടിക്കാനുള്ള ഒരു രസം തന്നെയാണ്. ഇനി കൈലാക്കിൻ്റെ നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ നെഗറ്റീവ് സെഗ്മെൻറ്റിലെ തന്നെ വലിപ്പം കുറഞ്ഞൊരു വാഹനമായിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ വാഹനമായിട്ട് കൈലാക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെയാണ് കൈലാക്കിൻ്റെ സെക്കൻഡ് റോ സീറ്റ്. 2 പേർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാം. പക്ഷേ 3 പേർക്ക് ഇരിക്കുന്ന സമയത്ത് കുറച്ച് കൺജസ്റ്റഡ് ആയിട്ട് കൈലാക്ക് നമുക്ക് ഫീൽ ചെയ്തേക്കാം. പിന്നെ സ്കോഡയുടെ മെയിൻ്റനൻസ് കോസ്റ്റാണ്. കാര്യം വാഹനം വാങ്ങുന്ന സമയത്ത് നമുക്ക് 5 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 6 കൊല്ലത്തേക്കുള്ള ഫ്രീ മെയിൻ്റനൻസ് പാക്കേജ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിന് ശേഷം എന്താകും എന്നുള്ളൊരു ചോദ്യം അതിനകത്തുണ്ട്. ബ്രസേൽ നമ്മൾ മിസ്സായി പോയൊരു കാര്യമുണ്ട്. കാര്യം ബ്രസേലിലെ റീസെയിൽ വാല്യൂ ബ്രസയുടെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. പക്ഷേ സ്കോഡയിലേക്ക് വരുമ്പോൾ 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം കഴിഞ്ഞ വാഹനം വിൽക്കാൻ നിൽക്കുന്ന സമയത്ത് തന്നെ എന്ത് റീസെയിൽ വാല്യൂ കിട്ടും എന്നുള്ളതും സ്കോഡയുടെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. അപ്പോൾ സ്കോഡ നോക്കുന്നവർ, നിങ്ങൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കോഡയിലേക്ക് പോകാം. അടുത്ത വാഹനം എന്ന് പറയുന്നത് നമ്മളുടെ നെക്സോണാണ്. നെക്സോണിൻ്റെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സെഗ്മെൻറ്റിൽ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരേ ഒരു ഓട്ടോമാറ്റിക് നെക്സോണാണ്. അതൊരു AMT ഓട്ടോമാറ്റിക് ആണെങ്കിലും ഒരു 10 ആ ഒരു ബഡ്ജറ്റിനൊക്കെ നിങ്ങൾക്ക് സെക്കൻഡ് വേരിയൻറ്റ് അത്യാവശ്യം ഫീച്ചർ ലോഡഡായിട്ട് ഓട്ടോമാറ്റിക് കിട്ടും. അതൊരു പോസിറ്റീവായിട്ട് പറയാം. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെഗ്മെൻറ്റിൽ ദ സേഫസ്റ്റ് കാറ് നെക്സോൺ തന്നെയാണ്. കാര്യം നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. ബേസിക്കായിട്ട് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും നെക്സോൺ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ലഭിക്കുന്നുണ്ട്, പെട്രോൾ ഉണ്ട്, CNG ഉണ്ട്. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ അപ്പോൾ ഒരു 10.5 കൊടുക്കുകയാണെങ്കിൽ ഡീസലും അവൈലബിൾ ആണ്. ഇനിയും ഓവർ പ്രൈസിലേക്ക് പോകുമ്പോൾ EV വരെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രൈസ് റേഞ്ചിലും അല്ലെങ്കിൽ എല്ലാ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഫ്യുവൽ ഓപ്ഷൻസിലും നമുക്ക് നെക്സോൺ അവൈലബിൾ ആണ് എന്നുള്ളതും നെക്സോണിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. അടുത്തൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സോണിൻ്റെ ഡീസലാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ പക്ക ഫ്യുവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. കമ്പനി 24 പറയുന്നുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഓടിക്കുന്നവർക്ക് ഒരു 20-നടുത്ത് മൈലേജ് തരുന്ന ഒരു ഡീസൽ എഞ്ചിന് നമുക്ക് നെക്സോണിലുണ്ട്. അതും നെക്സോണിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. പിന്നെ നെക്സോണിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ മറ്റ് സെഗ്മെൻറ്റിലെ ഏത് വാഹനത്തെക്കാളും ഒരു സേഫായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എന്നുള്ളൊരു ഫീല് നമുക്ക് നെക്സോൺ തരും. ഇതൊക്കെ നെക്സോണിൻ്റെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവാണ്. നെക്സോണിൻ്റെ നെഗറ്റീവിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ആഫ്റ്റർ സെയിൽ സർവീസ് തന്നെയാണ്. ഇപ്പോഴും കുറേ ഇഷ്യൂസ് നമ്മൾ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെക്സോൺ എന്നല്ല, ടാറ്റയുടെ വാഹനങ്ങൾക്കുള്ള സെയിൽസ് ആൻഡ് സർവീസ് ഇഷ്യൂസ്. അതൊന്നാമത്തെ നെഗറ്റീവാണ്. രണ്ടാമത്തെ നെഗറ്റീവ് റീസെയിൽ വാല്യൂ. അപ്പോൾ ടാറ്റയുടെ വാഹനങ്ങൾക്കാണ് സെഗ്മെൻറ്റിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് റീസെയിൽ വാല്യൂ ഉള്ളത്. അത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം പറഞ്ഞു. പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈവൻ മാനുവൽ ആണെങ്കിലും മൈലേജ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഓട്ടോമാറ്റിക്കിനൊക്കെ ഒരു 12 വരെയൊക്കെ മൈലേജ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഇതും ഒരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ ഇപ്പോൾ സേഫസ്റ്റ് കാറാണ് നെക്സോൺ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ അതിനകത്തുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് കമ്പാരിറ്റീവ്ലി മോശമാണ്. അത് നമുക്ക് വാഹനത്തിനകത്ത് കയറുമ്പോൾ തന്നെ പാനൽ ഗ്യാപ്സ് കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യും. പിന്നെയും വേണമെങ്കിൽ പറയാവുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നെക്സോൺ കുറച്ച് ഔട്ട്ഡേറ്റഡായി. കാര്യം ഒത്തിരി നെക്സോണുകൾ നമ്മൾ റൂട്ടിൽ കണ്ടു തുടങ്ങി. ആ ഒരു ഡിസൈൻ വലിയ മാറ്റങ്ങളൊന്നും വരാണ്ട് 2-3 കൊല്ലത്തിനടുത്തായി. അതും വേണമെങ്കിൽ നെക്സോണിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാം. അപ്പോൾ നെക്സോൺ നോക്കുന്നവർ നിങ്ങൾ ഡീസൽ വാഹനമാണ് നോക്കുന്നത്, സേഫായിട്ട് മൈലേജുള്ളൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ മാത്രം നെക്സോൺ പ്രിഫർ ചെയ്യാനാണ് നമ്മൾ പറയുക. അതല്ല ഒരു ഓട്ടോമാറ്റിക് വേണം, ഒരു AMT മതി, ഒരു അത്യാവശ്യം ഫീച്ചേഴ്സുള്ള ഒരു ഓട്ടോമാറ്റിക് 10 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിലും അവിടെ നിങ്ങൾക്ക് നെക്സോൺ നോക്കാം.
അടുത്ത വാഹനം കിയ സോണറ്റാണ്. സോണറ്റിലേക്ക് വരുമ്പോഴുള്ള സോണറ്റിൻ്റെ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ സോണറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നമുക്ക് HTK ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയൻറ്റ് കിട്ടും. സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫീച്ചർ ലോഡായിട്ടുള്ള വാഹനം ആ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത് കിയ സോണറ്റ് തന്നെയാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ വാഹനത്തിലുണ്ട്. സോണറ്റിലെ തന്നെ വൺ ഓഫ് ദ വാല്യൂ ഫോർ മണി വേരിയൻറ്റുമാണ് ഈ HTK ഓപ്ഷണൽ വേരിയൻറ്റ്. അത് ഒന്നാമത്തെ പോസിറ്റീവ്. രണ്ടാമത്തെ പോസിറ്റീവിൽ വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ് ഒരു ട്രൈഡ് ആൻഡ് ടെസ്റ്റ് ആയിട്ടുള്ള 1.2 NA പെട്രോൾ എഞ്ചിൻ ലഭിക്കുന്ന ഒരു വാഹനവും 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ സോണറ്റാണ്. പിന്നെ നമുക്ക് പറയാവുന്നത് ഒരു ആഫ്റ്റർ സെയിൽ സർവീസ്, നിങ്ങൾക്ക് നല്ലൊരു ആഫ്റ്റർ സെയിൽ സർവീസ്, നല്ലൊരു ഷോറൂം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ നോക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് സോണറ്റ് നോക്കാവുന്നതാണ്. പിന്നെ ആ ഒരു ലുക്ക് കാര്യങ്ങൾ സെഗ്മെൻറ്റിലെ തന്നെ ഒരു അഗ്രസീവ് ലുക്ക്, ഇത്രയും വർഷം കഴിഞ്ഞൊരു വാഹനമാണ് എങ്കിലും ഒരു അഗ്രസീവ് ലുക്കിംഗ് വാഹനവുമായിട്ട് നമുക്ക് സോണറ്റിനെ കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു ഡീസൽ, അതായത് എക്സ്ഷോറൂം പ്രൈസാണ് അവിടെ പറയുന്നത്, 11.5 അടുത്ത് വരും, ഒരു ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിലും, അതായത് ഒരു പ്രോപ്പർ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഡീസലിൽ ലഭിക്കുന്നത് നമ്മളുടെ സോണറ്റിൽ മാത്രമാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പെട്രോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 9.99 lakhs എക്സ് ഷോറൂം പ്രൈസിന് സോണറ്റിൽ ലഭിക്കും. ഇതെല്ലാം സോണറ്റിൻ്റെ പോസിറ്റീവ്സാണ്. നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ നെഗറ്റീവ്, നമ്മൾ നോക്കുന്ന ബഡ്ജറ്റ് 10 ലക്ഷത്തിൽ താഴെയാണ്. ആ ബഡ്ജറ്റിന് നിങ്ങൾക്ക് ഒരു NA പെട്രോൾ എഞ്ചിനെ ലഭിക്കുന്നുള്ളൂ, ടർബോ കിട്ടുന്നില്ല. ടർബോയിലേക്ക് പോകുമ്പോൾ എക്സ്പെൻസീവാണ്. സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പവർ കുറവുള്ള ഒരു വാഹനവും സോണറ്റാണ്. 82 HP പവറും 114 Nm ടോർക്കുമാണ് എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് മൈലേജും. കമ്പാരിറ്റീവ്ലി മൈലേജ് സോണറ്റിന് കുറവാണ്. അതും സോണറ്റിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ നമുക്ക് സോണറ്റിൽ വന്നിരിക്കുന്ന പൊതുവേ കണ്ടുവരുന്ന ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോ സീറ്റ്, അതായത് ബാക്ക് സീറ്റിൽ സ്പേസ് കുറവാണ് എന്നുള്ളതാണ്. കാരണം സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളെല്ലാം അതിൽ കൂടുതൽ വലിപ്പമുള്ള വലിയ വാഹനങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സോണറ്റ് പോലെ അല്ലെങ്കിൽ കിയ പോലെയുള്ള വാഹനങ്ങൾ നോക്കുന്നവർ കൂടുതൽ ഫീച്ചേഴ്സ് നോക്കുന്ന ആളുകളാണ്. ആ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ ഈ HTK ഓപ്ഷണൽ വേരിയൻറ്റിൽ 1.2 പെട്രോൾ എഞ്ചിനുള്ള വേരിയൻറ്റിൽ എന്തുകൊണ്ടോ സൺ റൂഫ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതും വേണമെങ്കിൽ നെഗറ്റീവായിട്ട്, കാരണം സൺ റൂഫൊക്കെ നോക്കി പോകുന്നവരാണ് ആ വാഹനത്തിലേക്ക് പോകാറ്. അതിനകത്ത് അത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഒരു നെഗറ്റീവാണ്. പിന്നെ വാഹനം ഇറങ്ങിയിട്ട് കുറച്ചധികമായി, ഒരു അപ്ഡേറ്റ് വരും എന്ന് കേൾക്കുന്നുണ്ട്, എന്ന് വരും എന്നുള്ളൊരു ഫൈനൽ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്ഡേറ്റ് വന്നാൽ കുറച്ചും കൂടിയും സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വാഹനമായിട്ട് സോണറ്റ് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സോണറ്റ് നോക്കുന്നവർ, നിങ്ങളൊരു കോമ്പാക്റ്റ് SUV ആണ് നോക്കുന്നത്, 10 ലക്ഷമാണ് നിങ്ങളുടെ ബഡ്ജറ്റ്, ഒരു ചെറിയ വാഹനങ്ങളിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾക്കൊരു ഫീച്ചർ ലോഡായിട്ട് വാഹനം വേണം എങ്കിൽ സോണറ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡീസലിൽ ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് വേണം, ഈ 12 ലക്ഷം വരെയൊക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് സോണറ്റ് നോക്കാം. പക്ഷേ ഡീസലിന് കമ്പാരിറ്റീവ്ലി മൈലേജ് കുറവാണ് സോണറ്റിൻ്റെ. അടുത്ത വാഹനം സെഗ്മെൻറ്റിൽ വരുന്നത് നമ്മളുടെ വെന്യു ആണ്. വെന്യുവിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യുവിൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് പുതിയൊരു വാഹനമാണ്. ഇപ്പോൾ ബേസ് വേരിയൻ്റ് ടു ടോപ്പ് എൻഡ് വരെ ലുക്ക് കാര്യങ്ങളെല്ലാം എക്സാക്ട് സിമിലറാണ്. അപ്പോൾ ബേസ് വേരിയൻ്റ് എടുത്ത് ആക്സസറീസ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മിഡ് വേരിയൻ്റ് ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതൊരു ബിഗസ്റ്റ് പോസിറ്റീവാണ്. പിന്നെ നമ്മൾ പറഞ്ഞോണം ബ്രാൻഡ് ന്യൂ വാഹനമാണ്. സെഗ്മെൻറ്റിൽ തന്നെ ഒരു ഫുൾ അപ്ഡേറ്റ് വന്നൊരു വാഹനം. ഇപ്പോൾ ബ്രസയ്ക്ക് അപ്ഡേറ്റ് വന്നു, ചെറിയ ചേഞ്ചസ് ആണ്. പക്ഷേ വെന്യു എൻ്റയർലി പുതിയ വാഹനമായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു പോസിറ്റീവാണ്. പിന്നെ സോണറ്റിൽ പറഞ്ഞോണം തന്നെ ഒരു 1.2 NA പെട്രോൾ എഞ്ചിൻ തരുന്ന ഒരു വാഹനവും നമ്മളുടെ വെന്യു ആണ്. പിന്നെ ബേസ് വേരിയൻ്റ് ഓൺവേർഡ്സ് ഫീച്ചർ ലോഡറാണ്. നമുക്കൊരു 10 ഇഞ്ചിൻ്റെ സ്ക്രീന്, സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, 4 ഡോർ പവർ വിൻഡോ, അങ്ങനെ എന്താ പറയുക, സാധാരണക്കാർ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും തരുന്ന ഒരു ബേസ് വേരിയൻറ്റും നമ്മളുടെ വെന്യു തന്നെയാണ്. പക്ഷേ വെന്യുവിലേക്ക് വരുമ്പോൾ വെന്യുവിന് നെഗറ്റീവ്സാണ് കൂടുതൽ. ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ സോണറ്റിൽ പറഞ്ഞു വേണം, NA പെട്രോൾ എഞ്ചിൻ അണ്ടർ പവേർഡാണ്. 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ബേസ് വേരിയൻറ്റിൽ നമുക്ക് NA പെട്രോളേ ലഭിക്കുന്നുള്ളൂ. ടർബോയിലേക്ക് പോകുമ്പോൾ ഏകദേശം 10,80,000 രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അത് എക്സ്പെൻസീവാണ്. അതൊരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ ടർബോയിലേക്ക് നമ്മൾ അത്രയും ബഡ്ജറ്റ് കൊടുത്ത് പോയാലും ഈ NAയിൽ കിട്ടുന്ന സെയിം ഫീച്ചേഴ്സ് അതിനകത്ത് ലഭിക്കുന്നുള്ളൂ എന്നുള്ളതും വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ പറയാവുന്നൊരു നെഗറ്റീവ്, സെഗ്മെൻറ്റിലെ ഏറ്റവും വില കൂടിയ വാഹനം, അതായത് ബാക്കി എല്ലാ വാഹനവും നമുക്ക് 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റ് ടർബോ കിട്ടുമ്പോൾ ഏറ്റവും വില കൂടുതലുള്ളൊരു വാഹനവും പുതിയ വെന്യു ആണ്. അതും വേണമെങ്കിൽ വെന്യുവിൻ്റെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാം. അപ്പോൾ വെന്യു ഒക്കെ കൺസിഡർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ വാഹനം വേണം, അത്യാവശ്യം റിയർ സീറ്റിൽ സ്പേഷ്യസ്. വെന്യുവിൽ പറയേണ്ട ഒരു പോസിറ്റീവാണ്, സെഗ്മെൻറ്റിൽ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്ക് സീറ്റിൽ കൂടുതൽ സ്പേസ് ഉള്ള ഒരു വാഹനവും നമ്മളുടെ വെന്യു തന്നെയാണ്. അപ്പോൾ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനം വേണം, ഒരു പുതിയ വാഹനം വേണം. ഹ്യുണ്ടായി പോലൊരു ബ്രാൻഡിന് അണ്ടറുള്ള ഒരു കാറൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ വെന്യു കൺസിഡർ ചെയ്യാം.
വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം. ഇതിനകത്ത് ബെറ്റർ ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ ബെറ്റർ പാക്കേജായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വാഹനം നമ്മളുടെ പുതിയ ബ്രസ തന്നെയാണ്. അതിൻ്റെ റീസൺ അതിൻ്റെ പ്രൈസ് തന്നെയാണ്. കാര്യം 8,80,000 രൂപയ്ക്ക് ഇൻക്ലൂഡിങ് എക്സ്റ്റൻഡഡ് വാറണ്ടി ബേസിക് ഫീച്ചേഴ്സോടുകൂടി നിങ്ങൾക്ക് ബേസ് വേരിയൻറ്റ് കിട്ടും. ആ വാഹനം നിങ്ങൾ ഷോറൂമിൽ നിന്ന് ആക്സസറി ചെയ്യുകയാണെങ്കിൽ 10 ലക്ഷം രൂപ താഴെ ടോപ്പ് എൻഡിൻ്റെ അതേ അലോയ്സും മറ്റ് സംഭവങ്ങളും എല്ലാം ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾ വാറണ്ടിയിൽ കൺസേൺ അല്ല എങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ആക്സസറി ചെയ്യുകയാണെങ്കിൽ, അതായത് അപ്പോൾ ഒരു 8,60,000 രൂപ ബഡ്ജറ്റിൽ ബാക്കി 1,40,000 രൂപയ്ക്ക് ആക്സസറീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ടോപ്പ് എൻഡിനേക്കാളും ബെറ്റർ ലുക്കിൽ നിങ്ങൾക്ക് ബ്രസ കിട്ടും. കാരണം വാഹനത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആരും അതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. കാരണം അത്യാവശ്യം വേണ്ട എല്ലാം ബേസിക്കായിട്ട് വേണ്ട ഓട്ടോ AC പോലെയുള്ള കാര്യങ്ങൾ ഈ ബേസ് വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ പാക്കേജാണ് നിങ്ങൾ നോക്കുന്നത്, ഒരു വണ്ടി എടുത്തിട്ട് ആക്സസറീസ് ഒക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ബ്രസയുടെ ബേസ് LXi വേരിയൻറ്റ് നോക്കാം. അതായിരിക്കും ഈ സെഗ്മെൻറ്റിൽ 10 ലക്ഷം രൂപ താഴെ കിട്ടുന്നതിൽ ദ ബെസ്റ്റ് ഓപ്ഷൻ. അതല്ല നിങ്ങൾ കുറച്ചും കൂടി ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾക്ക് ഒരു സ്കോഡ പോലെയുള്ള ഒരു ബ്രാൻഡിൻ്റെ കണ്ടുള്ള ഒരു വാഹനം വേണമെങ്കിൽ മാത്രം സെക്കൻഡ് ഓപ്ഷനായിട്ട് സ്കോഡയിലേക്ക് പോവുക. സ്കൈലാക്കിൻ്റെ ക്ലാസിക് വേരിയൻറ്റ്. അതാകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാവുന്നത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഷോറൂമിൽ നിന്ന് തന്നെ ആഡ് ചെയ്ത് നമുക്കൊരു പാക്കേജായിട്ട് ആ വണ്ടി 9.95 lakhs ഓൺ റോഡ് പ്രൈസിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇത്രയും ബഡ്ജറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ ബ്രസ നിങ്ങൾക്ക് വേറെ ലെവൽ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു വാൽക്കഷണം എന്നുള്ള രീതിയിൽ ഞാനൊരു സംഭവം പറയാം. ഇപ്പോൾ ശരിക്കും എന്തുകൊണ്ട് ബ്രസ നോക്കണമെന്ന് പലരും ചോദിക്കും. എന്തുകൊണ്ട് ഈ പ്രൈസ് റേഞ്ചിൽ ബ്രസ കൺസിഡർ ചെയ്യണം? ഇപ്പോൾ നിങ്ങൾ എക്സ്റ്ററിൻ്റെ മിഡ് വേരിയൻറ്റ്, പഞ്ചിൻ്റെ മിഡ് വേരിയൻറ്റ്, നമ്മളുടെ ഫ്രോങ്സിൻ്റെയൊക്കെ മിഡ് വേരിയൻ്റ് ആണ് നോക്കുന്നത്. നിങ്ങളൊരു ഓട്ടോമാറ്റിക് നോക്കുന്നില്ല, മാനുവലാണ് നിങ്ങൾ എയിം ചെയ്യുന്നത് എങ്കിൽ എന്തുകൊണ്ടും ഈ വാഹനങ്ങളെക്കാളൊക്കെ ബെറ്ററായിട്ട് നിൽക്കുന്നൊരു വാഹനമായിരിക്കും ബ്രസയുടെ ഈ ബേസ് വേരിയൻറ്റ്. അതായത് ചെറിയ വാഹനത്തിൽ നിന്ന് നിങ്ങൾക്ക് 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ തന്നെ ഒരു അപ്ഗ്രേഡ് കിട്ടുന്നു എന്നുള്ളതും ബ്രസ ബേസ് വേരിയൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രസയുടെ VXi വേരിയൻറ്റ്, ടർബോ പെട്രോൾ എഞ്ചിനിൽ വരുന്ന VXi വേരിയൻറ്റ് 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ എക്സ്റ്റൻഡഡ് വാറണ്ടി വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് അഡീഷണൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അലോയ്സ് കിട്ടും, പിന്നെ ഒരു മ്യൂസിക് സിസ്റ്റം കിട്ടും, 7 ഇഞ്ചിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കിട്ടും. അങ്ങനത്തെ കുറച്ചധികം സംഭവങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് അഡീഷണൽ ലഭിക്കുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു പോസിറ്റീവാണ്. അപ്പോൾ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ദ ബിഗസ്റ്റ് വാഹനം അല്ലെങ്കിൽ ദ ബെസ്റ്റ് വാഹനം ഇൻ ദ സെഗ്മെൻറ്റ് ബ്രസ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ സജഷൻസോ ഉണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കമൻസായിട്ട് രേഖപ്പെടുത്താം. നമുക്കറിയാവുന്ന രീതിയിൽ തന്നെ റിപ്ലൈ കാര്യങ്ങൾ തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.